ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ വാള് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഫൈബർ സിമെൻറ്റ് പ്ലാങ്ക്. ഇത് 6 ഇഞ്ച് വീതിയിൽ 10 അടി നീളത്തിൽ വരുന്ന സിമെൻറ്റ് പ്രോഡക്റ്റാണ്, സിമെൻറ്റ് പ്ലാങ്കുകളാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 8 mm. ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ ഈക്വലായിട്ട് വെക്കാം, അതോടൊപ്പം തന്നെ ഇതേപോലെ ഡിസൈനായിട്ട് ചെയ്യാം. നമ്മൾ അകത്ത് കണ്ട ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡ് വ്യൂ ആണിത്. ആക്ച്വലി ഇതിലാണ് നമ്മൾ ആ ഡ്രൈ വാൾ സിസ്റ്റം ചെയ്തെന്ന് പറഞ്ഞത്. ചാനൽ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കൊടുത്തേക്കുന്നതാണ് ഫൈബർ സിമെൻറ്റ് ബോർഡ്. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കോമ്പിനേഷൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒരു 3-4 പാറ്റേണിലെ കളേഴ്സ് ഉണ്ട്, എല്ലാ വുഡിൻ്റെ കളേഴ്സിലും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡബിൾ കളറായിട്ട് ഫീലിംഗ്. ഇതിൽ ഒരു സിംഗിൾ കളർ കൊടുത്ത് ഡബിൾ കളർ കൊടുക്കുമ്പോൾ പെയിന്റിങ്ങിന് നമുക്ക് ഈ കോസ്റ്റ് ഈ 50,000 കോസ്റ്റ് വരും. ഇതിന്റെ ഈ പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ സ്ക്രൂ കാണില്ല, ഇങ്ങനെ ഒരു ഡിസൈനിൽ സ്ക്രൂ കാണില്ല. ഇത് ഓവർലാപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ ഈ സിമെന്റ് ബോർഡിന്റെ ഏറ്റവും വലിയ ദൂഷ്യം ഞാൻ ഒരു കാര്യം പറയാം, എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. കാരണം ഇതിൽ നമ്മൾ ഗേറ്റ് സ്ലൈഡിങ് കൊടുക്കുമ്പോൾ എപ്പോഴും പറ്റുന്നത് ഈ സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടി ആളുകൾ കൗണ്ടർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് തിക്നെസിന്റെ പകുതി ഭാഗം നമ്മൾ കളയും. അത് കഴിഞ്ഞിട്ട് അത് സ്ക്രൂ അകത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ചെറിയ രീതിയിലേ കിട്ടുള്ളൂ. ഈ ജെർക്കിംഗ് വരുമ്പോൾ ഇപ്പൊ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യണോ തുറക്കണോ പിടിക്കുമ്പോൾ ആ ജെർക്കിംഗ് വരുമ്പോൾ അവിടെ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതിനൊരു ഈ മിറർ സ്പേസിലൊക്കെ ഉണ്ട്. ഇപ്പൊ സ്ക്രൂ പുറത്തിട്ട് അത് മിറർ ക്യാപ്പായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ബോർഡിനെ ഒരിക്കലും അതിന് കുഴപ്പമുണ്ടാവില്ല. ആ ബോർഡ് പൂർണ്ണമായിട്ട് നമുക്ക് തിക്നെസ് കിട്ടും. പലരും പറഞ്ഞു ഇത് വരിക്കും പൊട്ടിപ്പോകും. ഈ പൊട്ടിപ്പോകുന്ന മെയിൻ സംഭവം ഇതിനകത്ത് വരുന്ന ആ തിക്നെസ് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ അത് സ്റ്റില്ലായിട്ടിരിക്കുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഇത് എന്തെങ്കിലും മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ക്രാക്ക് ഇൻസ്റ്റലേഷൻ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്നതിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണം നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ. കാരണം പലപ്പോഴും കംപ്ലൈന്റ് വരുന്നത് കറക്റ്റ് പ്രോപ്പർ ഇൻസ്റ്റലേഷൻ അല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ ഭിത്തിമ വരുന്ന ക്രാക്ക് അങ്ങനെ കുറെ കംപ്ലൈൻറ്റ്സ് ഉണ്ടല്ലോ, ആ കംപ്ലൈൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. ജോയിനിങ് എലാസ്റ്റിക് ആയിട്ടുള്ള പൊട്ടിയായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഈ സിമെന്റ് ബോർഡിനൊക്കെ ഒരു കൺട്രാക്ഷൻ എക്സ്പാൻഷൻ വരും. അപ്പൊ ഈ ചൂട് വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, തണുക്കുമ്പോൾ അടുക്കുകയും ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഹെയർ ലൈൻ ക്രാക്ക് ഫോം ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കട്ടിങ്ങും സംഭവങ്ങളൊക്കെ അതിൽ ഒഴിവാവും. അപ്പൊ ഇതിന്റെ സ്ക്രൂ കാണില്ല, സ്ക്രൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ ക്രാക്ക് വരുന്നതിനെ ഫോം ചെയ്യുന്ന മേളിലേക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന് വേറൊരു ഫീൽ ആയിരിക്കും ടോട്ടൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇത് കണ്ടോ, ഇത് മെറ്റൽ ഷീറ്റിൽ ഇത് നമ്മൾ ക്ലാഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മെറ്റൽ ഷീറ്റിന്റെ അടിഭാഗം ഹോളാണ്. കാരണം ഇവരുടെ എലിവേറ്റഡ് ഫ്ലോർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓൾമോസ്റ്റ് എല്ലാ ഡ്രെയിനേജിന്റെ എല്ലാത്തിന്റെയും ടാങ്കുകൾ വരുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ അകത്തൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ കൂടെ ഓപ്പൺ ചെയ്യാം ബാക്കിലേക്ക്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫ്ലോറിനോ അല്ലെങ്കിൽ ഇതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് നമ്മളുടെ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പ്രീഫാബിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, ഈ പല പർപ്പസിന് പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചതുപ്പ് നിലങ്ങൾ അല്ലെങ്കിൽ മണലുകൾ ഫൗണ്ടേഷൻ പ്രോബ്ലം എടുത്തൊക്കെ എലിവേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. വെള്ളപ്പൊക്കമുള്ള കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിന് തന്നെയായിട്ട് നമുക്ക് LGSF കൺസെപ്റ്റ് ഉണ്ട്. എൻ്റയർ പ്ലാനിൽ ചാനൽസ് അവൈലബിൾ ആവും. നമ്മുടെ വീടിന്റെ പ്ലാൻ കൊടുത്താൽ ആ ചാനൽ മൊത്തം കിട്ടും. അതുമേക്ക് നമുക്ക് ഇങ്ങനത്തേക്കുള്ള റെഡിമെയ്ഡ് ഡെക്കറേറ്റീവ് ബോർഡുകളും ചാനൽസും കൊടുക്കാം. അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു 2,000 രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് ഇന്റീരിയർ ചെയ്യണേ. അപ്പോൾ ആളുകൾ ഒരിക്കലും ഇന്റീരിയറിന്റെ ഒരു കോസ്റ്റ് കണക്കൂട്ടില്ല. എല്ലാവരും പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇത്രേ ഞങ്ങൾക്ക് ഇത്രേ, പക്ഷെ ഇത് വരുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് വരുമ്പോൾ. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഒരു വീട് മൊത്തം വർക്ക് ചെയ്തതിന് ശേഷമുള്ള കോസ്റ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 30-40% നമുക്ക് അതിന് ലെസ് ആയിരിക്കും. അതെ. അപ്പൊ ഇതിന്റെ ഒരു എൻ്റയർ റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകളാണ് ഉള്ളത്. അതായത് ഇങ്ങനെയുള്ള വർക്കുകൾക്ക്. അതാണ് നമ്മൾക്ക് അവിടെ വന്നപ്പോൾ എല്ലാം ഒരുമിച്ച് കാണാൻ സാധിച്ചു. അതുപോലെ ഇതിന്റെ റൂഫിംഗ് ഉണ്ടല്ലോ, ഈ ക്ലാഡിങ് കൊടുത്തേക്കുന്നത്, ഇത് എൻ്റെ സ്ലോപ്പ് റൂഫിംഗ് ആണ്. ഈ റൂഫിംഗ് ചെടിച്ചപ്പോൾ അതിന്റെ ആ സ്ലോപ്പ് റൂഫിങ്ങിനെ കവർ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡ് ചെയ്തേക്കുന്നത്.
ഒരു ഫേഷ്യോ. അതെ. അതിന്റെ ഉള്ളിൽ നമ്മൾ പഫ് പാനൽ കൊടുത്തിട്ടുണ്ട്, ചൂട് കുറയ്ക്കാനുള്ള റൂഫിംഗ് പാനൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പഫ് പാനൽ, സൈഡില് ക്ലാഡിംഗ് സീറ്റ്, അതിന്റെ അടിയിൽ നമ്മൾ പിന്നെയും ഒരു ഹീറ്റ് ഷീൽഡിന്റെ ഒരു കവറിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയറോലാമിന്റെ ഒരു അത് കൊടുത്തിട്ട് അതിന്റെ അടിയിലാണ് സീലിംഗ് വന്നേക്കുന്നത്. അപ്പൊ ടോട്ടലി അവരൊരു എനിക്ക് തോന്നുന്ന ഒരു 6 to 8% ടെമ്പറേച്ചർ ഈ അകത്ത് നിന്ന് ഉള്ളിൽ കുറവായിരിക്കും. അതുപോലെ ഇപ്പൊ AC-യുടെ കൺസെപ്ഷൻ, കറണ്ട് കൺസെപ്ഷൻ ഇതെല്ലാം കുറവായിരിക്കും. നമ്മളിവിടെ അങ്കമാലില് ഓലിയപ്പുറം ഗ്രൂപ്പ് എന്നൊരു സ്ഥാപനമാണ്. ഞങ്ങൾ ആർക്കിടെക്ചർ, ഇന്റീരിയർ, അതുപോലെ കോൺട്രാക്ടിങ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങൾ 2-3 വീടുകൾ തന്നെ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ എൻ്റയർ വീട്, ഒരു 3500 സ്ക്വയർ ഫീറ്റിന്റെ വീട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം കൊണ്ട് കാണിക്കാം. അപ്പൊ അത് ഒരു ആദ്യത്തെ ഒരു ഫുൾ വീടാണ്, ഒരു മണല് സിമെന്റ് ഒന്നുമില്ലാത്ത കംപ്ലീറ്റ് വീട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ നന്നായി. താങ്ക് യു.